സമാനതകളില്ലാത്ത നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ രാജ്യം ഇന്നോളം കണ്ടിട്ടുള്ള വലിയ ദുഃഖാർദ്ദമായ ജനസാഗരമായ വിലാപയാത്രകളുടെ പട്ടികയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര എഴുതി ചേർക്കപ്പെടുകയാണ്. അണ്ണാദുരൈയുടെ, MGRന്റെ, YSRന്റെ ഒക്കെ വിലാപയാത്രകൾ രാജ്യം കണ്ടിട്ടുണ്ട്. താരതമ്യത്തിലോ എണ്ണത്തിലോ അല്ല, പക്ഷേ 7 വർഷമായി ഒരു അധികാര സ്ഥാനത്തില്ലാതിരുന്നിട്ടും സ്വയം അധികാര സ്ഥാനത്ത് നിന്നും മാറി നിന്നിട്ട് പോലും രോഗമലട്ടുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആരും അറിയാതെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എത്രമാത്രം കേരളത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ആഴ്ന്നിറങ്ങി എന്നതിന്റെ അത് അടയാളപ്പെടുത്തുന്നത് പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എന്നുള്ളൊരു സത്യം കേരളം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആ സത്യം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആ സത്യം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും ഇപ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത്. അതവർ തുറന്നു പറയുകയും ചെയ്യുകയാണ്. ഒരു സത്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും അപൂർവതകളുടെ പുതിയ ഒരു ഏട് കൂടി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും കൈകൊണ്ടെഴുതിയ വാക്കുകൾ, അദ്ദേഹത്തിന്റെ രേഖാചിത്രങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തോട് സ്നേഹം, ആദരവ് അർപ്പിക്കാൻ കഴിയുന്നത് ആ രീതിയിലെല്ലാം പരമാവധി തങ്ങളുടെ ജനനേതാവിന് ആദരമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ നാട്ടിലെ അദ്ദേഹത്തിന്റെ സ്വന്തം പുതുപ്പള്ളിക്കാർ. വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ കണ്ട ദൃശ്യങ്ങളൊക്കെ ഹൃദയഭേദകമാണ്. വാഹനത്തിനു പിന്നാലെ ഓടുന്നവർ, കൈക്കുഞ്ഞുമായി നിൽക്കുന്നവർ, വികലാംഗർ, വീൽ ചെയർ സഹായത്തോടെ എത്തിയവർ, ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പോടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവൻ വീണ്ടെടുത്തവർ, വൃദ്ധർ, ഈ പ്രസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്തപ്പോൾ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും ഒറ്റ ശബ്ദത്തിൽ പറയുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ആയിരിക്കണം എന്ന്. പൊതുജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ലാളിത്യം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള മനസ്സ്, ഒരാളുടെ ജീവൽ പ്രശ്നവുമായി വരുമ്പോൾ നേരിട്ടിടപെടാനും പരിഹാരം നിർദ്ദേശിക്കാനും അന്വേഷിച്ചു പോയി അത് നടന്നോ എന്ന മറുപടി അവരെ അറിയിക്കാനുമൊക്കെ കാണിച്ചിട്ടുള്ള വ്യക്തിപരമായ സത്യസന്ധത, അധികാര സ്ഥാനങ്ങളെക്കാട്ടിലും ഉമ്മൻചാണ്ടിയെ ജനങ്ങളോട് ചേർത്ത് നിർത്തിയത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തന്നെയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു സാധാരണക്കാരനെ കുഞ്ഞുഞ്ഞെ എന്ന് വിളിക്കാൻ എത്ര പേർക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയും? ഒരു ആരാധനാലയത്തിൽ സാധാരണ മനുഷ്യർക്കൊപ്പം അവിടുത്തെ പടവിൽ ഇരുന്ന് കുർബാന കൊള്ളാൻ എത്ര മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്ത് തയ്യാറായിട്ടുണ്ടായിരുന്നു? സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ 8, 9, 10 പേരുമായി തിക്കി തിരകി ഇരിക്കാൻ സ്ഥലമില്ലാതെ യാത്ര ചെയ്യാൻ എത്ര പേർ സന്നദ്ധ